അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വിഷയം ഹലാലായ മാർഗത്തിലൂടെ എങ്ങനെ പെട്ടെന്ന് പണക്കാരനാകാം എന്നതാണ്. പണം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. പണമില്ലാതെ ഒരു കാര്യവും നടക്കില്ല, ഒരു കാര്യവും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. മുസ്ലിമീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ഉണ്ടാക്കുന്ന പണം, സമ്പത്ത്, അത് അള്ളാഹു പൊരുത്തപ്പെട്ട രീതിയിലൂടെ ഹലാലായ മാർഗത്തിലൂടെ ആണെങ്കിൽ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്ക് ദുനിയാവിലും അതുപോലെ ആഖിറത്തിലും നമുക്ക് സന്തോഷിക്കാം. അതല്ല മറിച്ച് നമ്മൾ ഹറാമിലൂടെയാണ് സമ്പാദിച്ചത് എങ്കിൽ ആ പണം കൊണ്ടാണ് നമ്മൾ ഭാര്യ മക്കൾക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തത് എങ്കിൽ ദുനിയാവിലും ആഖിറത്തിലും നാം വിഷമം അനുഭവിക്കേണ്ടി വരും, നാം കഷ്ടപ്പെടേണ്ടി വരും, അള്ളാഹുവിനോട് നാം മറുപടി പറയേണ്ടി വരും. അള്ളാഹു നമ്മെ കാക്കട്ടെ. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് 2 സൂറത്താണ്. ഇസ്ലാം നമ്മെ പഠിപ്പിച്ച, റസൂലുള്ള നമ്മെ പഠിപ്പിച്ച, മഹാന്മാർ നമ്മെ പഠിപ്പിച്ച 2 സൂറത്തുകളെയാണ് പരിചയപ്പെടുത്തുന്നത്. ഇത് രണ്ടും നാം പതിവാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ പണത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. ഹലാലായ മാർഗത്തിലൂടെ പണക്കാരനാവാൻ ഇസ്ലാം പഠിപ്പിച്ച ധാരാളം വഴികളുണ്ട്. നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന 2 വഴികളാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അതിൽ ഒന്നാമത്തേത് സൂറത്തു നശ്ർ. അലം നശ്റ ലക സദ്റക് വവളഅന അൻക വിസ്റകല്ലദീ അൻഖള ളഹ്റക്. ഈ സൂറത്ത് എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും 40 തവണ ഓതിയാൽ, 40 പ്രാവശ്യം സൂറത്തു നശ്ർ ഓതിയാൽ അവൻ പെട്ടെന്ന് പണക്കാരനാകുമെന്ന് നമ്മെ കിതാബുകളിൽ മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് പ്രാവർത്തികമാക്കിയ ആളുകൾ 7 ദിവസം കൊണ്ട് പണക്കാരനായ എത്രയോ ചരിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നാം ഇത് നല്ല ഇഖ്ലാസോടുകൂടെ, ആത്മാർത്ഥതയോടുകൂടെ നാം പാരായണം ചെയ്താൽ നമുക്ക് ജീവിതത്തിൽ പണത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. ഈ സമയത്തൊന്നും നിങ്ങൾ നിസ്കാരം ഖളാ ആക്കരുത്. ചുരുങ്ങിയത് 7 ദിവസമാണ്. നമുക്കിത് പതിവാക്കാൻ കഴിഞ്ഞാൽ വളരെ നല്ലതാണ് നമ്മുടെ ജീവിതത്തിൽ. അപ്പോൾ ഇത്തരത്തിലുള്ള ധാരാളം വഴികൾ മഹാന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അലം നശ്റിൻ്റെ ശ്രേഷ്ഠതകൾ ധാരാളം കിതാബുകളിൽ കാണാം. അതിൽ ഒന്നാണിത്. ഇത് നമ്മൾ 7 ദിവസമല്ല ഓതേണ്ടത്, ഇത് എല്ലാ ദിവസവും നമുക്ക് പതിവാക്കിയാൽ അത്രക്കും ഗുണമുള്ള ഒരു കാര്യമാണിത്. ചുരുങ്ങിയത് 7 ദിവസമെങ്കിലും ഇത് പ്രാവർത്തികമാക്കിയാൽ പണം അവനറിയാതെ അവനെ തേടിയെത്തുമെന്ന് മഹാന്മാർ കിതാബുകളിലൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു നമുക്ക് ഇത് ഓതാനുള്ള തൗഫീക്ക് നൽകട്ടെ. മറ്റൊരു വഴി, പ്രിയപ്പെട്ടവരെ, 2ാമത്തെ വഴി സൂറത്തുൽ വാഖിയ. നമുക്കറിയാം സൂറത്തുൽ വാഖിയൻ്റെ മഹത്വങ്ങൾ എത്രയോ പറയാനുണ്ട്. പറഞ്ഞാൽ തീരാത്ത അത്രയും മഹത്വങ്ങളുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ വാഖിയ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, സൂറത്തുൽ വാഖിയ ഓതുന്ന ഒരാൾക്ക് അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും അവനൊരു ദാരിദ്ര്യം ഉണ്ടാവില്ല, അതുപോലെ പണത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്ന് റസൂലുള്ളാഹിയാണ് പഠിപ്പിച്ചത്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ സംഭവം നാം പല പ്രാവശ്യം കേട്ടതാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു രോഗിയായി കിടക്കുമ്പോൾ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ കാണാൻ പോയി. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ വലിയ പണക്കാരനാണ്, വലിയ പൈസക്കാരനാണ്, വലിയ സമ്പന്നനാണ്. എന്നാൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണെങ്കിലോ പറ്റേ പാവപ്പെട്ടവനാണ്, രോഗിയായി കിടക്കുകയാണ്. അതുപോലെ പെൺമക്കളാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾക്കുള്ളത്. ഇൽമിലും തഖ്വയിലും വലിയ ഉന്നത സ്ഥാനത്തിലുള്ള ഒരാളാണ്. അങ്ങനെ രോഗിയായി കിടക്കുന്ന സമയത്ത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങളുടെ അടുത്ത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പോയി ചോദിച്ചു, ഈ സമയത്ത് നിങ്ങളോടൊരു കാര്യം ഞാൻ ചോദിക്കുകയാണ്, എന്താണ് നിങ്ങൾക്ക് ഈ സമയത്ത് വേണ്ടത്? ഒന്ന് പറഞ്ഞാൽ മതി, ഒന്ന് മൂളിയാൽ മതി, ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് ഒന്നും ആവശ്യമില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് പെൺമക്കളല്ലേ ഉള്ളത്, നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ അവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ വരില്ലേ എന്നൊക്കെ പറഞ്ഞു.
അപ്പോൾ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടി ഇതായിരുന്നു: എനിക്ക് പെൺമക്കളാണുള്ളത്. അവർ എല്ലാ ദിവസവും അവർ സൂറത്തുൽ വാഖിഅ ഓതുന്നുണ്ട്, അവർ പാരായണം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും ദാരിദ്ര്യത്തെയും പണത്തെയും ഞാൻ ഭയപ്പെടുന്നില്ല. അപ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടുകളാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. പണമില്ല, ജോലിയില്ല, കച്ചവടമില്ല, ബിസിനസ്സുകളുടെ തകർച്ച. ഈ സമയത്തൊക്കെ നാം, പ്രത്യേകിച്ചും ഇശാമരിവിൻ്റെ ഇടയിൽ നാം ഓതേണ്ട, വീടുകളിലൊക്കെ പാരായണം ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട സൂറത്താണ് സൂറത്തുൽ വാഖിഅ. അത് നാം എപ്പോഴും ദായിമാക്കിയാൽ, അത് പതിവാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു കഷ്ടപ്പാടും ഉണ്ടാവില്ല, പണത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, സാമ്പത്തികം അധികരിക്കും. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. അപ്പോൾ ഇത്തരത്തിലുള്ള ഇസ്ലാം പഠിപ്പിച്ച ധാരാളം എളുപ്പവഴികൾ, ഹലാലായ മാർഗത്തിലൂടെ പണം ഉണ്ടാക്കാനുള്ള വഴികൾ ഇസ്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ നാം ചെയ്യുക, പ്രാവർത്തികമാക്കുക. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ഹലാലായ മാർഗത്തിൽ നമുക്ക് പണം ഉണ്ടാക്കാനും അത് അള്ളാഹു തആല പൊരുത്തപ്പെടുന്ന രീതിയിൽ അത് ചെലവഴിക്കാനും അള്ളാഹു വലിയ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും.